മക്കയിലെയും മദീനയിലെയും ഹജ്ജ് തീർത്ഥാടക ആതിഥേയത്വ സേവനങ്ങളുടെ നിയമങ്ങൾ സൗദി അറേബ്യ കർശനമാക്കുകയാണ്. സേവനങ്ങളിൽ വീഴ്ച വരുത്തുന്ന സേവന കമ്പനികൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും. നിയമലംഘനങ്ങളുടെ ആവർത്തനമനുസരിച്ച് പിഴ വർദ്ധിക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുകയാണ് സൗദി ടൂറിസം മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള സേവനങ്ങളിൽ നിയമലംഘനങ്ങളും വീഴ്ചകളും വരുത്തിയാൽ കടുത്ത പിഴകൾ നൽകുന്നതുൾപ്പെടെയുള്ള ഒരു പുതിയ ചട്ടക്കൂട് സൗദി അറേബ്യയുടെ ടൂറിസം മന്ത്രാലയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം ഏപ്രിൽ 18 മുതൽ ജൂൺ 1 വരെയാണ് ഈ വർഷത്തെ ഹജ്ജ് സീസൺ എന്ന് മന്ത്രാലയം അറിയിച്ചു. മക്ക, മദീന പുണ്യനഗരങ്ങളിൽ താമസത്തിനും സേവനങ്ങൾക്കുമുള്ള തീർത്ഥാടകരുടെ ആവശ്യകത വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ലൈസൻസുകൾ താൽക്കാലികമായി റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യാനോ ചെയ്യുന്നതായിരിക്കും സാമ്പത്തികേതര പിഴ. മൂന്നാമതും നിയമലംഘനം ആവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് നിർബന്ധമായും റദ്ദാക്കും. ഓരോ സ്ഥാപനത്തിന്റെയും വലുപ്പമനുസരിച്ച് പിഴകൾ വ്യത്യാസപ്പെടും. ചെറിയ സംരംഭങ്ങൾക്ക് 25%, ചെറുകിട ബിസിനസ്സുകൾക്ക് 50% എന്നിങ്ങനെയാണ് പിഴ. ഇടത്തരം സംരംഭങ്ങൾക്ക് 75%, വലിയ ഓപ്പറേറ്റർമാർക്ക് 100% പിഴ ഈടാക്കും. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.